നമസ്കാരം. സ്പ്രിംഗ് വാലിയിൽ നടന്ന കാട്ടുപോത്ത് ആക്രമണത്തിൽ ജനങ്ങൾ മുഴുവൻ പ്രതിഷേധത്തിലാണ്. ഇടുക്കി പീരുമേട് MLA വാഴൂർ സോമന്റെ മൂക്കിന് താഴെ നടന്ന സംഭവം നാട് മുഴുവൻ അറിഞ്ഞിട്ടും MLA മാത്രം അറിഞ്ഞിട്ടില്ല. സംഭവത്തെക്കുറിച്ച് MLA വിളിച്ച് ചോദിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുന്നിൽ ആന എന്ന് പറഞ്ഞപ്പോൾ ചേന എന്ന രീതിയിലാണ് MLA സംസാരിച്ചത്. അതായത് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായിട്ടില്ല. വിശ്രമജീവിതം നയിക്കേണ്ടവരെ പിടിച്ച് MLA ആക്കിയാൽ ഇതാണ് ഗതിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ സംഭാഷണത്തിലേക്ക്. എന്താ വിശേഷം? ഇവിടെ സ്പ്രിംഗ് വാലിയിൽ ഒരു സംഭവം ഉണ്ടായത് അറിഞ്ഞായിരുന്നോ? എങ്ങനെ? സ്പ്രിംഗ് വാലിയിൽ ഒരു സംഭവം ഉണ്ടായത് അറിഞ്ഞായിരുന്നോന്ന്? ആരെ? സ്പ്രിംഗ് വാലിയിൽ ഒരു സംഭവം ഉള്ളത് അറിഞ്ഞോ? എവിടുത്തെ സംഭവം? സ്പ്രിംഗ് വാലിയിൽ ഒരാളെ കാട്ടുപോത്ത് വെട്ടി ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു ഗുരുതരാവസ്ഥയിൽ. ഇല്ല, അറിഞ്ഞില്ല. പേരിയുള്ളതാണോ? സഖാവേ, ഞാൻ സോമനാഥൻ, കേരള കൗമുദി. ഞാൻ പറയുന്നത് കുമളി സ്പ്രിംഗ് വാലിയിൽ രാവിലെ ഉച്ചയോടുകൂടി ഒരാളെ കാട്ടുപോത്ത് വെട്ടി ഗുരുതരമായി പാലാ മാർസ്ലീവ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു. നാട്ടിൽ വെച്ചുണ്ടായ സംഭവമാണ്. നാട്ടുകാർ അക്രമാസക്തരാണ്. അവിടെ വനം വകുപ്പിനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്ഥല MLA എന്ന നിലയിൽ അങ്ങയുടെ അടിയന്തര ഇടപെടൽ ആവശ്യമുണ്ട്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇടപെടാം കേട്ടോ. ഇടപെടാന്ന് പറഞ്ഞാലേ ഇതുകൊണ്ടൊന്ന് കേട്ടിട്ട് വേണം അങ്ങോട്ട് ഇടപെടാൻ പോകാനായിട്ട്. അതായത് ഈ കാട്ടുപോത്ത് ഒരു 2 വർഷത്തോളമായിട്ട് ആ നാട്ടിലുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്. ഇപ്പൊ എങ്ങനെയായി സംഭവം? ആള് മാർസ്ലീവ ഹോസ്പിറ്റലിലാണ്. വയറിനാണ് വെട്ട്, ഗുരുതരമായ പരിക്കുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയിലാണ്. അത് ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കേണ്ട കേസാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് നിങ്ങളൊക്കെ. കാട്ടുപോത്ത് പുള്ളിയെ ആക്രമിച്ചു ഉച്ചയ്ക്ക്. എവിടെ? സ്പ്രിംഗ് വാലിയിൽ വെച്ച്. സ്പ്രിംഗ് വാലി, അതായത് ഇവരെല്ലാം കൂടെ രാവിലെ കുരിശുമല കയറാനായിട്ട് പോകുമ്പോൾ സ്പ്രിംഗ് വാലി അങ്ങേ അറ്റത്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ റിസോർട്ട് ഉള്ളതൊക്കെ അറിയാമല്ലോ. അതിന്റെയൊക്കെ ഇപ്പുറത്ത് വെച്ച് റോഡ് സൈഡിൽ അവിടെ പറമ്പിൽ വെച്ചാണ് സംഭവം. സ്പ്രിംഗ് വാലി ജനവാസ മേഖലയിൽ കാട്ടുപോത്തും വന്യമൃഗങ്ങളും ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയതാണ്. ആരുമില്ല, സഹായത്തിന് ആരുമില്ല. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവിടെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. അപ്പൊ ഇപ്പൊ തന്നെ കണ്ടോ, ഇപ്പൊ ഒരു സംഭവം രാവിലെ ഉണ്ടായി. ഉച്ചയ്ക്ക് ഞാൻ മിനിസ്റ്ററെ വിളിക്കുമ്പോൾ മിനിസ്റ്റർ വിവരം അറിഞ്ഞു. പക്ഷെ സ്ഥല MLA ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, അങ്ങനെ വിചാരിക്കരുത്. സ്ഥല MLA ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഒന്നുകിൽ അത് നിങ്ങളുടെ പാർട്ടി പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ കുഴപ്പം, അതല്ലെങ്കിൽ മറ്റെന്തോ കുഴപ്പം. എന്തായാലും ഈ നിമിഷം വരെ ഇത്രയും വയലന്റ് ആയിട്ട് അവിടെ ഒരു അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്താ ഞാൻ ഇനി പറയുക. എന്തായാലും അടിയന്തരമായിട്ടൊന്ന് ഇടണം. എന്നെ മനസ്സിലായോ? എനിക്ക് ശരിക്കും പറഞ്ഞാലേ പരിയായിട്ട് കിടപ്പിലായിരുന്നു. അത് ശരി. അപ്പൊ ആരെങ്കിലും അങ്ങനെ സ്റ്റാഫിൽ ആരെങ്കിലും വിട്ടൊന്ന് അന്വേഷിപ്പിക്കേ. ഞാൻ സോമനാഥൻ, കേരള കൗമുദി. കൊച്ചിയിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. സ്പ്രിംഗ് വാലി. കുരിശുമല കയറുമ്പോഴാണ് സംഭവം അല്ലേ? കുരിശുമലക്ക് പോയതാണ്. കുരിശുമല വെച്ചൊന്നും അല്ല, സ്പ്രിംഗ് വാലി വെച്ചാണ് സംഭവം. സ്പ്രിംഗ് വാലി വെച്ച് അല്ലേ? വീട്ടിലുണ്ടായിരുന്നോ അന്ന് രാവിലെ മുതലേ? അല്ല, വീട്ടിലുണ്ടായിരുന്നോ രാവിലെ മുതലേ? പക്ഷെ ആരും പറഞ്ഞില്ല കേട്ടോ. വാർത്തയിലുണ്ടായിരുന്നു. ഉച്ച മുതൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നു. ഇപ്പോഴും വാർത്ത ലൈവാണ്. പനിയായിട്ട് കിടപ്പിലായിരുന്നോണ്ടേ ഒന്നും ശ്രദ്ധിച്ചില്ല. എന്നാലും ഇതാരാ വിളിക്കുന്നത്? എന്റെ ദൈവമേ. സോമനാഥൻ, കേരള കൗമുദി, സീനിയർ റിപ്പോർട്ടർ, കൊച്ചി. നൗ അറ്റ് കൊച്ചി. ഐ ആം റെസിഡിംഗ് അറ്റ് സ്പ്രിംഗ് വാലി. ശരി. ഇപ്പോഴും മനസ്സിലായില്ല? അല്ല, ഇപ്പോഴും മനസ്സിലായില്ല എന്നെ? ഞാനൊരു കാര്യം ചെയ്യാം. അല്ലല്ല, അത് നിൽക്കട്ടെ. ഇപ്പോഴും എന്നെ മനസ്സിലായോ എപ്പോഴെങ്കിലും? അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താണ്? ഇപ്പൊ വന്ന് അവിടെ ആരും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? പിന്നെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ കാട്ടുപോത്ത് ഇടിച്ചു കൊന്നോ? ഇല്ല സഖാവേ, അവിടെ വയലന്റ് ആണ് സംഭവം, സിറ്റുവേഷൻ. ഇത് വെട്ടേറ്റത് ആർക്കാ? രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. 46 വയസ്സുള്ള, കുടുംബം പുലർത്തുന്ന, കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു പയ്യനാണ്. അവന് ചികിത്സിക്കാൻ പോലും പൈസയില്ല. ചികിത്സാ ചെലവ് ഉൾപ്പെടെ ഏർപ്പെടുത്തി കൊടുക്കേണ്ട സ്ഥല MLA ആണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്റെ ദൈവമേ, കഷ്ടമാണ്. അങ്ങേക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഗുരുതരാവസ്ഥയിലാണ്. പാലാ മാർസ്ലീവ ഹോസ്പിറ്റലിലാണ്. ഏത് ഹോസ്പിറ്റലാ? പാലാ മാർസ്ലീവ ഹോസ്പിറ്റൽ. അയ്യോ.
അല്ല ഇതുവരെ ഈ അവിടെ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെ താമസിക്കുന്ന MLA നിങ്ങളുടെ പാർട്ടിക്കാരും അറിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ എന്ത് രാഷ്ട്രീയ സംവിധാനമാണെന്ന് ചോദിച്ചു പോവുക കേട്ടോ, സഹിച്ചിട്ടിട്ട്. എന്റെ പൊന്നെ, ഞാൻ പീരുമേട്ടിൽ പോയിട്ട് ഈ അവിടെ താലൂക്കാശുപത്രി പോയി ഡോക്ടറെ കണ്ട് അങ്ങേരെ 3 മണിക്കൂർ ഇടവിട്ട് കണ്ണിലൊരു മരുന്നൊഴിക്കാനായിട്ട് പറഞ്ഞു. ആ മരുന്നൊഴിച്ച് കിടക്കുമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വെച്ചു, പിന്നെ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് കിടന്നത്. സാരമില്ല, ഏതായാലും വൈകിയാണെങ്കിൽ അറിഞ്ഞ സ്ഥിതിക്ക് എന്താന്ന് വെച്ചാൽ സ്ഥലത്തെ MLA എന്ന നിലയ്ക്ക് അടിയന്തരമായി ഭരണകക്ഷിയുടെ ആളും കൂടെയാണ്, അവർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ കിട്ടണം. അതിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഇനി എഴുന്നേറ്റ് പോകാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫും സംവിധാനവും പാർട്ടി മെഷീനറിയും ഒക്കെ ഉണ്ട്, അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണെന്ന് ചെയ്യണം. അതിനകത്ത് നമ്മുടെ അവന്മാരെ ഒന്ന് പറഞ്ഞു വിടാൻ പറ്റുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ ചെയ്യ്. സോറി, ശരിക്കും പറഞ്ഞാല് ആകെ വിഷമമാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ ഒരു ഇടപാടായി പോയി. അത് ഞാൻ സഖാവിനെ പറയുന്നില്ല. ഈ MLAക്ക് ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കാര്യങ്ങളും എപ്പോഴും അറിയണമെന്നില്ല. പക്ഷെ നിങ്ങൾക്കൊരു പാർട്ടി മെഷീനറി ഉണ്ട്. ആ പാർട്ടി മെഷീനറി സ്ഥലത്തെ MLA അറിയിച്ചില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പം. ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ജനങ്ങൾക്ക് പാർട്ടികൾ കൊണ്ട് ഉപകാരം ഉണ്ടാവേണ്ടത്. ഞാൻ അവരെ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ. എനിക്ക് എന്താന്നുള്ളത് ഒന്ന് അറിയിക്കണം, പുള്ളിയുടെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. ഞാൻ അറിയിക്കാം, പക്ഷെ വിളിക്കുമ്പോ എനിക്ക് എന്നെ പറ്റി 100 തവണ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ സഖാവിന് അറിയില്ലെങ്കിൽ അത് പറയണം. ഞാൻ കേരള കൗമുദിയുടെ റിപ്പോർട്ടർ സോമനാഥൻ, സ്പ്രിംഗ് വാലിക്കാരനാണ്. നിരവധി വർഷം കുമളിയിലുണ്ടായിരുന്നു, ഇപ്പൊ കൊച്ചിയിലാണ്. സഖാവ് ഈ അറിയില്ലാത്ത രീതി സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. MLA ആകുന്നതിന് മുമ്പ് നല്ലപോലെ അറിയായിരുന്നു. ഇപ്പൊ എന്താ ഇങ്ങനെ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ശരി, എന്തായാലും ആട്ടെ, എനിക്ക് എന്നെ അറിയുന്നതല്ല പ്രശ്നം, ആ പ്രശ്നത്തിൽ ഇടപെടുന്നതാ.